എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ മക്കൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നു? നടപടി ഉണ്ടാവും. മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുത്തിരിക്കുക. ഈ അന്ന് കിളികൊല്ലൂർ പോലീസ് എഫ്ഐആർ എടുത്തു. പക്ഷേ നടപടികൾ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, പോലീസ് സ്റ്റേഷനിൽ തന്നെ ആരും വിളിച്ചിട്ടില്ല. പക്ഷേ ലീഗൽ സെക്രട്ടറി എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇവിടെ വന്നു, എൻക്വയറി നടത്തി, അച്ഛന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ എഴുതി വാങ്ങി, അച്ഛന്റെ സ്വത്ത് അച്ഛന് തിരിച്ചു കിട്ടണമെന്ന് തന്നെ അച്ഛൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെ അനുഭവിക്കാൻ പറ്റരുത്. അദ്ദേഹം അത് ചെയ്യും. സ്വന്തം അച്ഛനെ നോക്കാത്ത സ്വത്ത് മക്കളും അനുഭവിക്കരുത്. ശക്തമായ നടപടി ഉണ്ടാവൂല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഗാന്ധി ഭവന് അത് മുന്നോട്ട് പോകുമോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്? ലീഗൽ സെക്രട്ടറി തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങി അവര് തന്നെ കേസ് കൊണ്ടുപോകും, സർക്കാരിന്റെ ഭാഗത്ത് തന്നെ. തീർച്ചയായിട്ടും. ഓക്കെ. പക്ഷെ ഞാൻ പറയുന്ന ഈ വയോജന നിയമങ്ങൾ കർശനമാക്കണം. ഒരു മാതാപിതാക്കൾക്കും ഇതുപോലെ വരരുത്. ഇവിടെ 3-4 അച്ഛന്മാരുണ്ട് ഇങ്ങനത്തെ. അവരൊക്കെ എന്തൊരു ദുഃഖിതരാന്നറിയാവോ? മക്കളെ ഓർത്താ, നമ്മുടെ സ്ഥാപനം ഓർത്തല്ല. നമ്മുടെ സ്ഥാപനത്തിൽ അവരെല്ലാം ഹാപ്പിയാണ്. ഏറ്റവും സങ്കടം, ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു അച്ഛനാണെങ്കിൽ ഓക്കെ, ഇത് എല്ലാം കൊണ്ടും മുൻപന്തിയിൽ മക്കളെയൊക്കെ ലാവിഷായിട്ട് വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം, ഒരു മകൻ പൈലറ്റ് ആവാൻ പഠിപ്പിച്ചാണ്. ഏറ്റവും നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല സംരക്ഷണം കൊടുത്തു, എല്ലാം ചെയ്തൊരു മനുഷ്യനാണിത്. നമുക്ക് പലരിൽ നിന്നറിയാൻ കഴിഞ്ഞ, പക്ഷെ അച്ഛനും പറയുന്നു ആ മനുഷ്യനാണ് ഈ ഗതി വന്നത്. ഇതുപോലെ ഒരു അച്ഛനും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മേഡം നേരത്തെ പറഞ്ഞില്ല, കരുനാഗപ്പള്ളിയിൽ ബെൻസ് കാറുള്ള ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. ഇന്ന് അനാഥ മന്ദിരത്തിലാണ് ഈ മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ സങ്കടം വരും.